ഹേ ഗൈസ്, മൈസെൽഫ് ഹീര കൃഷ്ണ. ഇപ്പോൾ കറൻ്റ്ലി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ. സോ ഇപ്പോൾ എന്തായാലും ഫസ്റ്റ് ഇയേഴ്സ് കോളേജിൽ കയറാൻ പോവുകയാണ്. ഐ തോട്ട് ദിസ് വീഡിയോ മൈറ്റ് ഹെൽപ്പ് യു ഗൈസ്. ഹിയർ ആർ സം തിങ്സ് ദാറ്റ് ഐ വുഡ് ലൈക്ക് മൈ ഫസ്റ്റ് ഇയർ സെൽഫ് ടു നോ. നിങ്ങൾ ഫ്രഷ് ഓഫ് ദ ബാറ്റ് നീറ്റ് എക്സാം ടോപ്പേഴ്സ് ആയിട്ടാണ് ഈ കോളേജിൽ വരാൻ പോകുന്നത്. നിങ്ങളുടെ കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റ് അലൈവ് ആൻഡ് ത്രൈവിംഗ് ആയിരിക്കുന്നത് എനിക്ക് നല്ലപോലെ അറിയാം. നിങ്ങളുടെ മൈൻഡിൽ വേറൊരാളിനെ കൂടുതൽ നല്ല മാർക്ക് വാങ്ങണം ഒറ്റൊരു കാര്യം ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റഡി ഫോർ നോളേജ് ആൻഡ് നോട്ട് ഫോർ മാർക്സ്. നോളേജ് എന്ന് പറഞ്ഞിട്ട് ആ ടെക്സ്റ്റ് ഫുൾ ബൈ ഹാർട്ട് ആക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ആ ടെക്സ്റ്റിലുള്ള എല്ലാ ടോപ്പിക്സും ആ ഫോർ എ റീസൺ. അത് നിങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനും മാത്രമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സോ അത് ചെയ്യാനൊരു മനസ്സ് നിങ്ങൾ കാട്ടുക. പിന്നെ മാർക്സ് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് ഞാൻ ഒരിക്കലും പറയാൻ നിൽക്കുന്നില്ല. നല്ല മാർക്സ് വേണമെങ്കിൽ പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പഠിച്ചു പോയാൽ തന്നെ നല്ല മാർക്സ് കിട്ടും. പക്ഷെ ഇതിൻ്റെ ഡൗൺ സൈഡ് എവിടെയാണ് വരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പല ടോപ്പിക്സും നമ്മൾ ഒമിറ്റ് ആക്കും. ഇതൊന്നും പ്രീവിയസ് ഇയർ കേരള യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടില്ല, ഇത് ഇമ്പോർട്ടൻ്റ് അല്ല പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ലേറ്റർ ഓൺ ഇൻ ദിസ് കോളേജ് ലൈഫ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഫൈനൽ ഇയർ ആയിട്ട് പോലും ഞാൻ ഫസ്റ്റ് ഇയറിലെ പല ടോപ്പിക്സും ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഞാൻ മാർക്സിന് വേണ്ടി പഠിച്ചിട്ട് ഈ ടോപ്പിക്സ് ഒന്നും പഠിച്ചിട്ടില്ല. സാഡ്ലി ആ സത്യം മനസ്സിലാക്കാൻ ഞാൻ ഫൈനൽ ഇയർ വരെ എത്തേണ്ടി വന്നു. ഞാനിപ്പോൾ ഇരുന്ന് മെഡിസിൻ, സർജറി എന്ന ടോപ്പിക്സ് ഒക്കെ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ഇയർ ഈ സബ്ജക്ട്സ് ഒക്കെ എന്തിനാണ് അവിടെ കൊണ്ടുവന്ന് ഇട്ടിക്കണമെന്ന് എനിക്ക് മനസ്സിലായത്. എൻ്റെ മൈൻഡ് സെറ്റിൽ ആ ടൈമിലൊക്കെ ഇത് അപ്പോൾ പാസ്സാവാനുള്ള സബ്ജക്ട്സ് ആണ്, അല്ലാണ്ട് ഇതിന് വലിയ യൂസ് ഒന്നും ഇല്ല എന്നായിരുന്നു. പക്ഷെ അല്ല, ഇതൊക്കെ ഫൈനൽ ഇയർ സബ്ജക്ട്സിൻ്റെ ഒരു ഫൗണ്ടേഷൻ ലെവൽ സാധനമാണ്. അപ്പം നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കി പഠിച്ചിട്ടില്ല. അപ്പം നന്നായി മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ല യൂസ് ആയേനെ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഈ സബ്ജക്ട്സ് ഒക്കെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ തന്നെ ഈ സർജറി, മെഡിസിൻ എന്ന ടോപ്പിക്സ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണ ലെവൽ തന്നെ മാറിയിട്ടുണ്ട്. അത് ഭയങ്കര എളുപ്പമായി പഠിക്കാൻ പറ്റുന്നുണ്ട്. എന്നോട് കോളേജ് ലൈഫിൽ ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യം എന്താ ചോദിച്ചാൽ ഞാൻ ഡിസെക്ഷൻ എന്നാ പറയാൻ പോകുന്നത്. ഞാനത് ചെയ്യാണ്ടിരിക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരു റീസൺ കിട്ടാൻ ഞാൻ ചെയ്യില്ല. എന്താ വെച്ചാൽ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായിരുന്നില്ല. പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എനിക്ക് മനസ്സിലായി. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ ഭയങ്കര എളുപ്പമാവും. ഞാനിപ്പോൾ ഇരുന്ന് തിയറി വായിക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഇരുന്ന് യൂട്യൂബിൽ കാണുമ്പോൾ അത് ഭയങ്കര എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇതപ്പം ഇരുന്ന് കണ്ടിരുന്നെങ്കിലോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു പോയിട്ടുണ്ട്. നൗ ദിസ് ബ്രിങ്സ് മീ ടു എ നോൺ അക്കാഡമിക് ടോപ്പിക്, നെറ്റ്വർക്കിംഗ്. ഞാൻ സെക്കൻഡ് ഇയറിലെ എൻഡിലാണ് നന്നായിട്ട് പുറത്ത് നെറ്റ്വർക്ക് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇറ്റ് ഹാസ് ബ്രോട്ട് മീ എ ലോട്ട് ഓഫ് ഗുഡ് കണക്ഷൻസ്. കോൺഫിഡൻ്റ്ലി എനിക്ക് പറയാൻ പറ്റും എനിക്ക് കോളേജിനേലും നല്ല ബന്ധങ്ങൾ കോളേജിൻ്റെ പുറത്തുണ്ടെന്ന്. നിങ്ങൾ ഒരു 5.5 കൊല്ലം ഈ കോളേജിൽ പഠിക്കാൻ പോകുന്നുണ്ട്. സപ്പോസ് നിങ്ങൾ സ്കൂളിലുള്ള ടൈമിൽ നിങ്ങൾക്ക് സ്കൂളിൽ മാത്രമായിരുന്നു ഫ്രണ്ട്സ് ആയിരിക്കില്ല, നിങ്ങൾക്ക് സ്കൂളിൻ്റെ പുറത്തും ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതും കണ്ടാൽ മതി. പുറത്ത് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് വിൽ ഗീവ് എ ലോട്ട് ഓഫ് ഇൻസൈറ്റ്സ്. എനിക്ക് ഇങ്ങനത്തെ ബന്ധത്തിലൂടെയാണ് എൻ്റെ പാഷൻ ഫോർ ക്ലോത്ത്സ് എനിക്ക് മനസ്സിലായത്. അതിനോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇതുകൊണ്ട് എനിക്ക് കുറേ മോഡലിംഗ് ഓപ്പർച്യൂണിറ്റീസും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ട്രൈ ടു നെറ്റ്വർക്ക്, മേക്ക് ന്യൂ കണക്ഷൻസ്. ഇറ്റ് വിൽ ഹെൽപ്പ് യു ഔട്ട് എ ലോട്ട്. 5.5 കൊല്ലാണ് നിങ്ങൾ ഈ കോളേജിൽ ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾക്ക് ചെറുപ്പം തൊട്ട് എന്തെങ്കിലും പഠിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടും പഠിക്കാൻ പറ്റാണ്ട് പോയിട്ടുണ്ടോ? ലെറ്റ് ഇറ്റ് ബി ബോക്സിങ്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, വാട്ട് എവർ. അത് നിങ്ങൾ ഒരു മടിയും കൂടാണ്ട് പഠിക്കാൻ നോക്കുക. 5.5 കൊല്ലം നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ കോളേജ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും യു ക്യാൻ ബി പ്രെറ്റി ഗുഡ് അറ്റ് ഇറ്റ്. ഞാൻ തേർഡ് ഇയർ പകുതി ആയപ്പോഴാണ് ഡെയിലി 1 മണിക്കൂറെങ്കിലും പഠിക്കാൻ തുടങ്ങിയത്. ആൻഡ് ട്രസ്റ്റ് മീ, എക്സാം ടൈമിൽ അത് നല്ല രീതിക്ക് സ്ട്രെസ്സ് കുറച്ചുണ്ട്. നിങ്ങൾ എവിടൊക്കെ പോയാലും എന്തൊക്കെ ചെയ്താലും ഡെയിലി 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ അതും വേസ്റ്റ് ആക്കണോണ്ടാണ് നിങ്ങൾക്ക് ഒട്ടും സമയമില്ലാത്ത പോലെ തോന്നുന്നത്. ആ 1 മണിക്കൂർ യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ടൈമിൽ മുടി കൊഴിയുന്നതിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. യു ബിക്കം വാട്ട് യു സറൗണ്ട് യുവർ സെൽഫ് വിത്ത്. നിങ്ങളുടെ സർക്കിൾ കെയർഫുള്ളായി ചൂസ് ചെയ്യുക. അവരാരൊക്കെയാണ്, അവരെന്തൊക്കെയാണ്, അവരെങ്ങനെയൊക്കെയാണെന്ന് നന്നായി മനസ്സിലാക്കാൻ നോക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങൾ അവരെ പോലെയാവും. നല്ല സർക്കിളാണെങ്കിൽ നല്ലതാവും, ചീത്ത സർക്കിളാണെങ്കിൽ ചീത്തയാവും. ആൾക്കാർ നല്ലതാണോ ചീത്തയാണോ എന്നും നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ നിൽക്കണ്ട. പക്ഷെ നിങ്ങൾക്ക് അവരെ പോലെ ആവാൻ ആഗ്രഹമുണ്ടോ എന്ന് നോക്കിയിട്ട് കൂടെ കൂട്ടിക്കോ. അവരെ പോലെ ആയാൽ നല്ലതല്ലേ. ലേൺ ടു സേ നോ ടു തിങ്സ് ദാറ്റ് യു ഹാവ് നോ ഇൻട്രസ്റ്റ് ഇൻ. ഇത് ഞാൻ സ്കൂൾ തൊട്ട് ചെയ്യണ ഒരു കാര്യമാണ്. ജസ്റ്റ് ബിക്കോസ് യു വോണ്ട് ടു ഫിറ്റ് ഇൻ ആദ്യം പ്ലാൻസിന് യെസ് പറയണമെന്നില്ല. ദിസ് വിൽ സേവ് യു ലോട്ട് ഓഫ് ടൈം ആൻഡ് എ ലോട്ട് ഓഫ് റിഗ്രറ്റ്സ്. അത് പറഞ്ഞിട്ട് ഒട്ടും ഫ്രണ്ട്സ് ഉണ്ടാക്കാണ്ടിരിക്കരുത് കേട്ടോ. ആവശ്യത്തിന് ഫ്രണ്ട്സ് ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ ഇവിടെ സർവൈവ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്.
ഇത് ഫസ്റ്റ് ഇയർ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ബട്ട് ഐ ലീവ് ഇറ്റ് ഹിയർ. ഫസ്റ്റ് ഇയറും ലാബൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ട്രൈ ടു ലേൺ ഡ്യൂറിങ് യുവർ പോസ്റ്റിങ്സ് ഒരു 3-4 മണിക്കൂർ കിട്ടും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെറുതെ ചുറ്റിക്കളിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ നോക്കുക. ഞാനങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നല്ല വ്യത്യാസമുണ്ട്. ക്ലിനിക്കൽ നോളജ് ഈസ് വെരി ക്രൂഷ്യൽ. അത് ഓവർലുക്ക് ചെയ്യാൻ ആരും നിൽക്കരുത്. ഐ തിങ്ക് ദാറ്റ്സ് പ്രെറ്റി മച്ച് ഇറ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ ഇട്ടോളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊന്നും ഞാൻ പറയില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. സോ അൺടിൽ നെക്സ്റ്റ് ടൈം.